പ്രജോട്ട കാണുന്നുണ്ടല്ലോ അല്ലേ? ഫൺ ബേബി ഫൺ പിന്നെ കാണുന്നുണ്ട്. വളരെ രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരിപാടികളിലേക്ക്. പ്രചോദനം എന്റെ വകയും കൂടെ ഞങ്ങളുടെ വകയും കൂടെ ആയിട്ടൊരു സ്വാഗതം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും സന്തോഷം, ഒരുപാട് സന്തോഷം. കാര്യം ഈ പിഷുവിന്റെ ഒക്കെ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പിഷു ഏത് പ്രോഗ്രാം ടൈറ്റിൽ ഇട്ടാൽ അത് അടിപൊളി ടൈറ്റിലാണ്. എനിക്ക് ഈ പ്രോഗ്രാം ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൺ ബേബി ഫൺ. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതല് ഈ മനുഷ്യന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ മമ്മൂക്ക, ചാക്കോച്ചൻ, അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയുന്നൊരു പേരെന്ന് പറഞ്ഞ പ്രചോദനാണ്. കേൾക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അല്ല, അത് മെയിൻറ്റെയിൻ എന്നുള്ളതല്ല, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല കുറെ സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലേ? അങ്ങനെ പറയണ്ട. ഞാൻ കാണുമ്പോഴൊക്കെ ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ചെറിയ മാറ്റമുണ്ട്. ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. സ്വഭാവത്തിലോ? അതോ സ്വഭാവത്തിലും ഉണ്ട്, അഭിനയത്തിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. നല്ലതാ പറഞ്ഞേ. ശരി, ഇത് ആരാണിത്? എന്റെ അമ്മച്ചി. മമ്മി ബേബി സാറിന്റെ മമ്മി. അയ്യോ, ബേബി സാറിന്റെ മമ്മി ഞങ്ങള് കണ്ടില്ലായിരുന്നു കേട്ടോ. വന്നു രാവിലെ. ഞാനിപ്പോ രാവിലെ വന്നോളൂ. ഈ പ്രചോദം എന്ന് പറഞ്ഞ ചെറുക്കനെ കണ്ടുള്ളേ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാന്നേ. എന്നിട്ടാണ് മാറ്റമില്ല എന്ന് പറയുന്നത്. അവൻ മഴയത്ത് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവന്റെ വിവരം അറിയാൻ പറ്റും. അയ്യോ, അമ്മ വന്നത് ഞങ്ങൾക്ക് ഏതായാലും വലിയ സന്തോഷായിട്ടോ. അല്ല, ഞാൻ വന്നപ്പോ ഈ പെങ്കൊച്ച് എന്നെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ആങ്കർ ചെയ്തോളാം. അത് അങ്ങനെ ആങ്കർ ചെയ്ത് എന്താ ഗുണമുള്ളത്? അല്ല, കാശ് തരണ്ട. പിന്നെ എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതിന്നേ. അല്ല, ഇതിന്റെ ഒരു ക്രിയേറ്റീവിന്റെ സൈഡിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ അമൃത തന്നെ ശരിയാത്തില്ല. നീയാണോടാ കാശ് കൊടുക്കണേ? അതെ. നീ പറയണതിനൊരു വിലയില്ലേ ഇവിടെ? അമ്മച്ചി ആങ്കർ ചെയ്തോ? അല്ല, അയ്യോ, അങ്ങനെ പറയല്ലേ സാർ, അങ്ങനെ പറയല്ലേ. അമ്മച്ചി ആങ്കർ ചെയ്ത പരിപാടി തോട്ടി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. പ്ലീസ് സാർ, ബേബി സാർ അങ്ങനെ പറയല്ലേ. ഇവന്മാരെ രണ്ടുപേരെ മാറ്റാണ്ട് വേറെ ആൾക്കാരെ വെക്കും. അല്ല അമ്മച്ചി, കൊച്ചു ചെയ്തോട്ടെ, അതുകൊണ്ടാ പറയുന്നത്. കാശ് കൊടുക്കണ എന്റെ മോനാണെങ്കിൽ എനിക്ക് അതിനുള്ള അധികാരം ഉണ്ട്. അമ്മച്ചി ആങ്കർ ചെയ്യും. ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നോനാ പോ അവിടെ പോയിരിക്കും. എടി വേണ ചെയ്ത് പഠിക്കും, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്കത് ഞാൻ അത്ര കണ്ടേക്കണതാ. ഇടവകയിലുള്ള എല്ലാ പിന്നെ സ്റ്റുഡിയോ ഫ്ലോർ ആണ്. ഞാൻ പറഞ്ഞോളാ. നീ TV പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ മതി. സൂര്യ അതിരൂപതയിൽപ്പെട്ട എല്ലാവർക്കും. എന്റെ അമ്മച്ചി അതിരൂപതല്ല, പ്രേക്ഷകർ, സൂര്യ പ്രേക്ഷകർ. എനിക്ക് ഫൊറോന അതിരൂപത ഇടവകയൊക്കെ വരുള്ളൂ. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞോളാം. എന്റെ മനുഷ്യന്മാരെ, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഫൺ എന്റെ മോൻ ഫണ്ണിലേക്ക് സ്വാഗതം. ഹലോ അമ്മച്ചി, ഞാൻ പറഞ്ഞല്ലേ ചെയ്താ ശരിയാവൂല എന്ന്. ഇത് ഫൺ എന്റെ മോൻ ഫൺ അല്ല, ഫൺ ബേബി ഫൺ. എന്റെ മോന്റെ പേര് ബേബി എന്നല്ലേ? അമ്മച്ചി, ആ ബേബി നമ്മുടെ ബേബിക്കല്ല. ഈ ബേബി എന്റെ വയറ്റിൽ കിടക്കുന്ന ബേബിയാണ്. എന്നാ മാറ്റി പറഞ്ഞ. ഫൺ എന്റെ കൊച്ചുമോൻ ഫണ്ണിലേക്ക് സ്വാഗതം. ഹരിയ മേഡം, പ്രോട്ടീൻ ഷേക്ക് കുടിക്കാൻ സമയമായി. എന്ത് പറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ മേഡത്തിന്? കൊടുക്ക്. ഇന്ന് മേഡം കുടിക്കേ. വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. പിന്നെ കുടിച്ചോളാം. അല്ല, ഓണത്തിന്റെ പരിപാടി, റെസിഡൻസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതല്ലേ? പിന്നെന്താ ഒരു ഫാൻസി ഡ്രസ്സിന്റെ? ഞാൻ അറിഞ്ഞില്ലല്ലോ ഒന്നും. വിചാരിച്ചാലോ ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇതേതാ ഈ പച്ചപ്പനം തത്ത? ആര് ചേച്ചി നോക്കാൻ വന്ന നേഴ്സാ. എന്താ അമ്മച്ചി? അത് എന്നെ നോക്കാൻ വന്നതാ. നിന്നെ നോക്കാനല്ലേ കെട്ടിയോനുള്ളേ? അല്ല, ഇവളുടെ പ്രസവ. വയറ്റാട്ടിപ്പെണ്ണ്. അല്ല, നേഴ്സ്. പണ്ട് വയറ്റാട്ടി, ഇപ്പൊ നേഴ്സ്. അതല്ലേ? അടിയണ്ണ അവക്കട ഒരു പ്രോട്ടീനും ബ്രൂട്ടീനും കേറിപ്പൊടിയകത്ത്. അത് ശരി. ഇത്ര ആൾക്കാർ അവിടെ ഒന്ന് കയ്യടിക്കുക ചെയ്യുന്നോട്ടെ. എന്റെ നടുക്കൊരു വേട്ടാവളിയാൻ കൈ നീട്ടിയിരിക്കണേ. അമ്മച്ചേ, ഞാൻ കയ്യടിക്കാരനല്ല, പിന്നെ കൈനോട്ടക്കാരനാ. നിനക്കെന്താ പിന്നെ കൈയടിക്കാനല്ലാതെ പിന്നെ കാശ് കൊടുത്ത് ഇവിടെ ഇരിക്കണതിനാണ്. എന്റെ പൊന്ന് ബേബി മുതലാളി, ഈ ആവശ്യമില്ലാണ്ട് വെറുതെ കൈയടിച്ച നമ്മുടെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ നഷ്ടപ്പെടും. കയ്യിലുള്ള രേഖകൾ നഷ്ടപ്പെട്ടാൽ നമ്മുടെ കയ്യിലെ ഭാഗ്യവും നഷ്ടപ്പെടും. അറിയോ നിങ്ങക്ക്? കഴിഞ്ഞ ദിവസം ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴേ നിനക്കെന്താ 3 കൈ? അതാ ഞാൻ ചോദിക്കാം. അയ്യോ, അതെ, കഴിഞ്ഞ ദിവസം ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിന്റെ മുന്നിൽ ഇരിക്കായിരുന്നു. അപ്പൊ ഒരുത്തം വന്നുകൊണ്ട് എന്നോട് ചോദിക്കാ, ഈ കയ്യൊന്ന് നോക്കി തരുമെന്ന്. എന്റെ ദേവി, ഞാൻ ആ കയ്യൊന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ, ഇവൻ ഈ കണ്ണി കണ്ട റിയാലിറ്റി ഷോ പോയി ഇരുന്നിട്ട് സ്ഥാനത്തും മസ്ഥാനത്തും കൈയടിച്ച് അവന്റെ രേഖ മുഴുവൻ പോയി. കൈ തുറന്നു നോക്കിയപ്പോഴേ
മുട്ട പുഴുങ്ങിട്ട് തൊണ്ട് പൊളിച്ച പോലെ ഒന്നുമില്ല അതിനകത്ത്. ഉണ്ണിണ്ടായിരുന്നോ? ആ ഉണ്ണി ഓ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ മാത്രം ചോദിക്കൂ. അല്ല. എന്റെ പൊന്നും മക്കളെ, ഹലോ നിങ്ങൾ അവിടെ നിന്ന് കൈ അടിക്കണം കേട്ടോ. വന്ന സ്ഥിതിക്ക് കൈയല്ലേ പറയട്ടെ. അത് കൈ അടിക്കാനല്ലേ നിങ്ങൾ എഴുതിയേക്കുന്നത്. അതെ ജഡ്ജസ് ഒരു കാര്യം മനസ്സിലാക്കാം. എന്റെ പൊന്നും മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് വെറുതെ കടകടാന്ന് കൈയടിച്ചാൽ നിങ്ങളുടെ കയ്യിൽ രേഖ പോകും. നിങ്ങൾ കൈയടിക്കാൻ ജഡ്ജസിനെ കണ്ടുപിടിക്കണം. അവര് കൈയടിക്കാൻ ശ്രദ്ധിച്ചണ്ട. ഇങ്ങനെ അടിക്കില്ല. അതെ ഈ അച്ചാർ എടുക്കണ പോലെ രേഖയില്ലാത്തോടത്ത് അവരടിക്കുള്ളൂ. പിന്നെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അതിന്റെ കൈയടിച്ച് രേഖ കളയണ പരിപാടി അവർക്കില്ലാത്ത മക്കളെയോ. എടാ ആ നീ ഇടർക്ക കൈ നോക്കണ ആളാണെങ്കിലേ ആ നീ ഇങ്ങോട്ട് കേറി വന്നേ. കേറി വാ. ഒരാളെ കിട്ടാൻ നോക്കിയിരിക്കായിരുന്നു. കൈ നോട്ടക്കാരനെ ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞേക്കണ കൈ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ. വേണമെന്നില്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ മുഖം നോക്കിട്ട് ഒരു ലക്ഷണം പറഞ്ഞേ. എന്റെ ദൈവമേ, ആ. എന്റെ ഇത്രയും കാലത്തെ മുഖനോട്ടത്തിനിടയിൽ ആ. ഇത്രയും ലക്ഷണം ആ. കെട്ട മുഖം എന്റെ ജീവിതത്തിൽ കണ്ടത്. ഒറ്റ കീറുക നീ ലക്ഷം വീട്ടിൽ പോയി കിടക്കാൻ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് അറിയാമോടാ, ഞാനുണ്ട് പണ്ട് ആരായിരുന്നെന്ന് അറിയാമോ? ആരായിരുന്നു? 66 മിസ് കേരള ആയിരുന്നു ഞാൻ. അത് സത്യ. ഇപ്പൊ 66 എഴുതി വെച്ച പോലെ ഇരിപ്പുണ്ട് ആള്. ഞാനേ റാമ്പി കയറിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, ഈ ഞെറി വെച്ചൊരു ആട്ടാട്ടിട്ടുണ്ടല്ലോ, ഈ പിഷാടി പോലത്തെ 3 തെറിച്ചു പോയാ. അറിയാമോ? എടാ എന്റെ മുഖം നോക്കി ലക്ഷണം പറയോ? എന്റെ പൊന്നു മോളെ, ഒരാളുടെ മുഖലക്ഷണം പറയണമെങ്കിൽ മുഖത്ത് നോക്കണം. ആ. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടീനെ 13 സെക്കൻഡിൽ കൂടുതൽ മുഖത്ത് നോക്കിയിരുന്ന സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ പണിക്കില്ല. ഞാൻ ആ ടൈപ്പ് അല്ല. ഞാൻ പ്രായപൂർത്തിയായിട്ടില്ല. അല്ല ഓക്കെ. ആ ഈ കൈരേഖ നോക്കുമ്പോ ആ. കൈരേഖ നോക്കി കള്ളം പറയാൻ പറ്റില്ല. ഉള്ളതേ പറയാവൂ. ഉള്ളത് പറഞ്ഞാ മതി. ഉള്ളത് പറഞ്ഞാ നിങ്ങളുടെ ഉള്ള പണി പോകും. എന്നാ ഇപ്പൊ നോക്കണ്ട. ഏതെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു. അതെ എന്റെ മാനേജറാണ്. ഇല്ലില്ല, പുള്ളി വലിയ കൈനോട്ടക്കാരനല്ല. ആ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് വിറകന കണ്ടപ്പോ ഞാൻ ഒരു കൈനീട്ടം കൊടുത്താലോ എന്ന് വിചാരിച്ചാണ്. ആയിക്കോട്ടെ. മതി. അതെ. ഞങ്ങൾക്ക് ഈ കൈനോട്ടത്തിൽ വിശ്വാസമില്ല. തീരില്ല. അല്ല ഇത് നല്ല കയ്യാ. ഞങ്ങൾ അത്യാവശ്യം കൂടുതൽ മനസ്സിലായി, അത് വിട്ടോ. കേട്ടോ? എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസം കൈനോട്ടത്തിൽ വിശ്വാസമില്ല. ഇല്ല അത്യാവശ്യം ഇല്ല. കൂടോത്രത്തിലൊക്കെ നോക്കണ്ട. വിശ്വാസമാണ്. മൊത്തം കള്ളത്തരം. ചക്രപാണി അല്ലേ? ആ? ഒരു പണിയെടുക്കാതെ കരക്കാരുടെ ചക്രം കയ്യിൽ വരുത്തുന്ന പണിയുള്ളവൻ ചക്രപാണി. ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് ഭയപ്പെടരുത്. ഞാനോ? നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പേടിപ്പിക്കല്ലേ? സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതെ ഈ പറഞ്ഞതൊന്നും നടക്കാൻ പോണില്ല. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ല. പിന്നെ പറയുന്നത് നിങ്ങളൊന്നും പോയേ, ഇവിടെ വേറെ പരിപാടിക്ക് പിള്ളേര് ഒരാളിയുടെ ഭാവിയും ഭൂതവും പറയാനായിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മേഡത്തിന്റെ കുറച്ച് ഭാവി കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞല്ലോ. അതെ നിർത്ത്. നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിട്ട് സ്റ്റാൻഡപ്പ് പറയാൻ വേണ്ടിട്ട് കുറച്ച് പിള്ളേര് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. അവര് വന്ന് സ്റ്റാൻഡപ്പ് പറയട്ടെ, നമുക്ക് അവിടെ അതെ പോയിരിക്കാം. അതെ. അവിടെ